പഴംപൊരി ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാം അല്ലേ? എങ്കിലും ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഒന്ന് ഷെയർ ചെയ്തോന്നേ ഉള്ളൂ. 1 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവയെല്ലാം ചേർത്ത് ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ ഒരു ബാറ്റർ തയ്യാറാക്കാം. പഴംപൊരി ഉണ്ടാക്കുന്നതിനും 1 മണിക്കൂർ മുമ്പ് ബാറ്റർ തയ്യാറാക്കി വെച്ചാൽ നല്ല ഫ്ലഫി ആയിട്ടുള്ള പഴംപൊരി നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ബാറ്ററിലേക്കുള്ള വെള്ളം ചേർക്കുമ്പോൾ ലൂസായി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നീളത്തിൽ മുറിച്ച് വെച്ചിട്ടുള്ള ഏത്തപ്പഴം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൽ മുക്കി ചൂടായ എണ്ണയിലേക്ക് ഇടാം. ഡീപ്പ് ഫ്രൈ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ പുറം ഭാഗം കരിഞ്ഞിട്ടും അകം വേവാതെയുമായിരിക്കും നമുക്ക് കിട്ടുക. ഒരു സൈഡ് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്, നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഡീപ്പ് ഫ്രൈ ചെയ്യുമ്പോൾ ഹൈ ഫ്ലെയിമിലായാൽ പഴംപൊരി എണ്ണ കുടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പഴംപൊരി ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. എല്ലാ ഏത്തപ്പഴവും ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ചാനൽ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.